ഒരുപാട് പേര് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് വെയിറ്റ് ലോസ് അല്ലേ? അതിനനുസരിച്ചുള്ള ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്യും, സ്ട്രിക്റ്റ് ആയിട്ടുള്ള എക്സസൈസ് ചെയ്യും. പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു മോർണിംഗിലുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. പക്ഷെ നിങ്ങൾ ഇത് തന്നെ രാത്രി നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുകയില്ല. പല രീതിയിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് ആണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ മോർണിംഗ് മാത്രം ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു റൊട്ടീന് ഫോളോ ചെയ്തിട്ട് ഒരു കാര്യമില്ല. പക്ഷേ ഇതിൽ മെയിനായിട്ട് ഞാൻ പറയേണ്ടത് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു റൊട്ടീന് നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. ഈസി ആയിട്ട് ഫോളോ ചെയ്യുന്ന ഡയറ്റ് നിങ്ങൾ ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എക്സസൈസുകളുണ്ട്, അതും കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. നൈറ്റിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്, അതും കൂടെ നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ വിചാരിച്ച രീതിയിൽ നമുക്ക് റിസൾട്ട് കിട്ടും. അപ്പോൾ ഇതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കൂടുതലായിട്ട് പറയുന്നത്. ഞാൻ ഡോക്ടർ സരസ്യ കെ, എർവദ് ഡയറ്റിലെ ചീഫ് കൺസൾട്ടൻറ്റ്. വെയിറ്റ് ലോസ് എന്ന ഗോൾ നമുക്ക് അച്ചീവ് ചെയ്യേണ്ടെങ്കിൽ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള നൈറ്റ് റൊട്ടീൻ നമ്മൾ ഫോളോ ചെയ്യണം. അതാണ് ഞാനിവിടെ പറഞ്ഞു വരുന്നത്. മെയിൻ ആയിട്ടുള്ളൊരു കാര്യമാണ് സ്ലീപ്പ് പാറ്റേൺ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. ഒരു ഐഡിയൽ സ്ലീപ്പ് ടൈമാണ് 10 PM രാത്രി. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ മാക്സിമം ഉറങ്ങാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പക്ഷേ ഒരുപാട് പേർക്ക്, കാരണം ചില ആളുകളൊക്കെ ഒരു വീട്ടിലൊക്കെ എത്തുന്ന സമയത്ത് ലേറ്റ് ആവാൻ സാധ്യതയുണ്ട്. അതിനനുസരിച്ച് ഒരു 10 മണിക്ക് ഉറങ്ങാൻ പറ്റാത്തൊരു വ്യക്തിയാണെങ്കിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം 7 to 8 hours കറക്റ്റായിട്ട് സ്ലീപ്പ് നമ്മൾ നോക്കണം. ആ ഒരു സ്ലീപ്പിൻ്റെ ക്വാണ്ടിറ്റി മാത്രമല്ല ക്വാളിറ്റി നമ്മൾ നോക്കണം. അത്രത്തോളം ഡീപ്പ് സ്ലീപ്പിൽ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഡീപ്പ് സ്ലീപ്പിൽ പോകണമെങ്കിൽ എന്തുണ്ടാകും, നമ്മൾ സ്ട്രെസ് ഫ്രീ ആയിരിക്കാൻ വേണ്ടിയിട്ട് എൻവിറോൺമെൻറ്റ് നോക്കുക. അതുപോലെ സ്ക്രീൻ ടൈമൊക്കെ നമ്മൾ മാക്സിമം ഓഫ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഉറങ്ങുന്നതിന് മുന്നേ തന്നെ. അതുപോലെ തന്നെ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് കിടക്കാൻ വേണ്ടി അത് നല്ലൊരു ഡാർക്കായിട്ടൊരു എൻവിറോൺമെൻറ്റും അതുപോലെ ഒരു കൂളായിട്ടൊരു എൻവിറോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. ഇനി രണ്ടാമത്തെ കാര്യമാണ് രാത്രിത്തെ ഭക്ഷണം. രാത്രിത്തെ ഭക്ഷണം നമ്മൾ കഴിക്കുന്ന സമയത്ത് എപ്പോഴും ഉറങ്ങുന്നതിന് 3 മണിക്കൂർ മുന്നെങ്കിലും നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി കഴിച്ചു കഴിഞ്ഞ ശേഷം അപ്പം തന്നെ ഇരിക്കുകയോ കിടക്കുകയോ ഒന്നും ചെയ്യരുത്. അല്പം നടക്കാനും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാത്ത ഭക്ഷണം നമ്മൾ നല്ല രീതിയിൽ തന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ കിടക്കുകയാണെങ്കിൽ വീണ്ടും കൊഴുപ്പിലോട്ടേക്കാണ് പോകുന്നത്. അപ്പോൾ ശരീരത്തിൽ വീണ്ടും കൊഴുപ്പ് അടിഞ്ഞുകൂടാൻ സാധ്യതയുണ്ട്. നമ്മൾ ഉറങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ ഫാറ്റ് ബേൺ ചെയ്തുകൊണ്ടിരിക്കണം. അതിനായിട്ട് നമ്മൾ ഉറങ്ങുന്നതിൻ്റെ 3 മണിക്കൂർ മുന്നേ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പക്ഷെ ചില ആൾക്കാർ ഉറങ്ങുന്ന സമയത്തോ അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീനൊക്കെ വിശപ്പൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഹൈ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ രാത്രി കഴിക്കാൻ വേണ്ടിയിട്ടും കൂടെ ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനെ കഴിക്കുന്ന സമയത്ത് നമ്മൾ ഹങ്കർ ഹോർമോണായ ഗ്രെലിൻ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്തൊക്കെയാണ് നമുക്ക് കഴിക്കാൻ പറ്റുന്നതെന്നുള്ള കാര്യം. പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള നമുക്ക് ടോഫു വേണ്ടിക്ക് കഴിക്കാം. അതുപോലെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ടോഫു സലാഡ് നമുക്ക് കഴിക്കാം. ഗ്രൗണ്ട് നട്ട്സ് ഒക്കെ കഴിക്കാം. ബ്രൊക്കോളി, സ്പിനാച്ച് ഒക്കെ മിക്സ് വിത്ത് വെജിറ്റബിൾസ് നമുക്ക് കഴിക്കാം. ഇങ്ങനെയൊക്കെ കഴിക്കുന്ന സമയത്ത് നമ്മുടെ ഡൈജഷനൊക്കെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. ഇനി മൂന്നാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ ഉറങ്ങുന്നതിന് മുന്നേ അല്പം നടക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഉറങ്ങുന്നതിന് ഒരു അരമണിക്കൂർ മുന്നേക്ക് നടക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഉറങ്ങാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം, നമ്മൾ ഒരു 1.5 കിലോമീറ്റേഴ്സ് ഒക്കെ നമ്മൾ നടക്കുകയാണെങ്കിൽ ഒരു 100 കലോറിയാണ് നമ്മുടെ ശരീരത്തിൽ നിന്ന് ബേൺ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു 30-40 മിനിറ്റ് ഒക്കെ നിങ്ങൾ നടക്കുന്ന സമയത്ത് എത്രത്തോളം നമ്മുടെ ശരീരത്തിലെ കലോറിയാണ് ബേൺ ചെയ്യുന്നതെന്നുള്ള കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. അപ്പോൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, അല്പം നടക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എന്നിട്ട് വേണം നമ്മൾ ഉറങ്ങാൻ വേണ്ടിയിട്ട്. ഇനി അത് കഴിഞ്ഞ് നമ്മൾ ബെഡിലോട്ടേക്ക് വരുന്ന സമയത്ത് മൊബൈൽ ഉപയോഗമൊക്കെ മാക്സിമം നമ്മൾ കുറയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സ്ട്രെച്ചിങ് എക്സസൈസ് ഒക്കെ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫ്ലാബികോർ മസിൽസിനെ കാം ഡൗൺ ചെയ്യാനും ടോണപ്പ് ചെയ്യാനൊക്കെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. ഇനി അടുത്ത, നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്തിട്ടും കൂടി നിങ്ങൾക്ക് ഉറക്കം കറക്റ്റായിട്ട് ആവുന്നില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾക്ക് വരുവാണെങ്കിൽ നാലാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഒരു 1 കപ്പ് ഗ്രീൻ ടീ കുടിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പ് നല്ല രീതിയിൽ ബേൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് അല്പം സിനാമിനോ അല്ലെങ്കിൽ ഒരു പിഞ്ച് സോൾട്ടൊക്കെ ആഡ് ചെയ്യാൻ ഒരു കുഴപ്പമില്ല. സിനാമിനൊക്കെ നമ്മൾ ആ ഗ്രീൻ ടീയിൽ ആഡ് ചെയ്യുന്ന സമയത്ത് മെറ്റബോളിക് റേറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ വെയിറ്റ് കുറയ്ക്കാനും പ്രത്യേകിച്ച് വിസറൽ ഫാറ്റൊക്കെ, അതായത് കൊഴുപ്പ്, വിസറൽ ഫാറ്റിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന കൊഴുപ്പ് ബേൺ ചെയ്യാനും കൂടെ ഹെൽപ്പ് ചെയ്യുന്നു. ലെപ്റ്റിൻ എന്ന് പറഞ്ഞ ഹോർമോണിനൊക്കെ നല്ല രീതിയിൽ തന്നെ കൺട്രോൾ ചെയ്ത്, അതായത് കുറയ്ക്കാൻ വേണ്ടിയിട്ടും കൂടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒബേസിറ്റി ഒക്കെ കൂടുന്നത് ലെപ്റ്റിൻ എന്ന് പറഞ്ഞ ഹോർമോണൊക്കെ കൂടുന്ന സമയത്താണ്. അപ്പോൾ അതൊക്കെ ഈ ഒരു കുർക്കുമീൻ അടങ്ങിയിട്ടുള്ളതൊക്കെ കുടിക്കുന്ന സമയത്ത്, അത് മഞ്ഞൾ അടങ്ങിയിട്ടുള്ള ഡ്രിങ്കൊക്കെ കുടിച്ച സമയത്ത് എന്തുണ്ടാവും, നമ്മളെ ഹോർമോൺ, ലെപ്റ്റിൻ എന്ന് പറഞ്ഞ ഹോർമോണൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി അറ്റ് ലാസ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഉറങ്ങുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും കുമ്പിട്ട് കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ ചെരിഞ്ഞ് കിടക്കാൻ വേണ്ടിയിട്ടും കൂടെ ശ്രദ്ധിക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെ കിടക്കുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ
രീതിയിൽ തന്നെ ഡീപ്പ് സ്ലീപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ സ്ലീപ്പ് പാറ്റേൺ ഒക്കെ കറക്റ്റ് ആക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. 10 മണി ആ ഒരു സ്ലീപ്പ് റിതം ഉണ്ടാവില്ലേ, അത് നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. 10 മണിക്ക് ഉറങ്ങുവാണെങ്കിൽ കറക്റ്റ് 7 to 8 hours നമ്മൾ കറക്റ്റായിട്ട് നോക്കിയിട്ട് എത്ര മണിക്ക് എണീക്കേണ്ടത് നോക്കുക. ഇനി അഥവാ ചില ആളുകൾക്കൊക്കെ 10 മണിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ കറക്റ്റായിട്ട് എത്ര ഹവേഴ്സ് ഉറങ്ങി എന്നുള്ള കാര്യത്തിൽ നമ്മളെപ്പോഴും മേക്ക് ഷുവർ ചെയ്യാവേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒരിക്കലും ഒരു 1 o'clock 2 o'clock അതായത് ടൈമിലൊന്നും ഒരിക്കലും നിങ്ങൾ പോകരുത്. എപ്പോഴും ഉറങ്ങേണ്ട സമയം ഒരു 10 to 10:30 നിങ്ങൾ മാക്സിമം ഉറങ്ങാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർ ഈ പറയുന്ന കാര്യം മോർണിംഗിൽ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രം ചെയ്താൽ പോരാ, നൈറ്റിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യണം. അപ്പോൾ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡയറ്റ് മോർണിംഗ് മാത്രം, രാത്രി അലസമായ രീതിയിൽ ഒരിക്കലും നിങ്ങൾ ചെയ്യരുത്. ഒരു നല്ലൊരു ഡയറ്റ് ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തികളാണെങ്കിൽ 1 day 24 hours ത്രൂ ഔട്ട് നല്ല രീതിയിൽ തന്നെ ഒരു ഫുഡ് ഹാബിറ്റ്സ് ആണെങ്കിലും അതുപോലത്തെ ലൈഫ് സ്റ്റൈലൊക്കെ നല്ല രീതിയിൽ തന്നെ മാറ്റം വരുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്താണ് നമ്മൾ വിചാരിച്ച രീതിയിൽ ടാർഗറ്റ് നമുക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഈ ഒരു രീതി ഫോളോ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലൈഫിൽ തന്നെ പല രീതിയിലുള്ള മാറ്റങ്ങളാണ് വരിക. ഒരു കറക്റ്റ് റൊട്ടീന് ഫോളോ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആ ഒരു മടി ഒഴിവാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. പല രീതിയിലെ ഹെൽത്ത് ഇഷ്യൂസ് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇമ്മ്യൂണിറ്റി കൂട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. കറക്റ്റായിട്ടുള്ള വൈറ്റമിൻസ് ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ധാരാളം കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നിങ്ങൾ എപ്പോഴും ഡയറ്റ് എടുക്കുന്ന സമയത്ത് സെൽഫായിട്ട് ഡയറ്റ് എടുക്കുന്നത് മാക്സിമം ഒഴിവാക്കുക. എപ്പോഴും എല്ലാ കാര്യത്തെപ്പറ്റി ഒരു അറിവോട് കൂടിയിട്ട് വേണം നിങ്ങൾ എപ്പോഴും ഡയറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. അതിനായിട്ടൊരു ഡോക്ടർ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യൻ്റെ സഹായത്തോടു കൂടി ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വിചാരിച്ച രീതിയിൽ ഒരു ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് അത്രത്തോളം യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഞാൻ ഡോക്ടർ സരസ്യ കെ, ആയുർവേദ ഡയറ്റിലെ ചീഫ് കൺസൾട്ടൻറ്റ്.